സദ്യയിൽ ഒഴിവാക്കാനാവാത്ത രണ്ട് വിഭവങ്ങളാണല്ലേ എരിശ്ശേരിയും സാമ്പാറും. അപ്പോൾ ഇന്ന് നല്ലൊരു സദ്യ സ്റ്റൈല് സാമ്പാറും എരിശ്ശേരി ആയാലോ? അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു സാമ്പാർ പൊടി റെഡിയാക്കിയെടുക്കാം. സാമ്പാർ പൊടി നന്നായാൽ തന്നെ നമ്മുടെ സാമ്പാറിൻ്റെ രുചി ഇരട്ടിയാവും. അപ്പോൾ അതിനായിട്ട് 1 കപ്പ് മല്ലി, 1/2 കപ്പ് കടലപ്പരിപ്പ്, 1/4 കപ്പ് വീതം അരിയും ഉഴുന്നുപരിപ്പും, 1/4 കപ്പിൽ പകുതി ഉലുവ, കൂടെ എരിവിനായിട്ട് ഒരു 12ഓളം ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. നല്ല കാശ്മീരി മുളകാണെങ്കിൽ കുറച്ചും കൂടെ എണ്ണം കൂട്ടാം. നമ്മുടെ സാമ്പാർ പൊടിക്ക് നല്ല കളറും കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായപ്പൊടിയാണ്. ഒരു 2 സ്പൂണോളം കായപ്പൊടി എടുത്തിട്ടുണ്ട്. കട്ടക്കായാണ് എടുക്കുന്നതെങ്കിൽ ഇതെല്ലാം വറക്കുന്നതിൻ്റെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. അതല്ല പൊടിയാണെങ്കിൽ ഇതെല്ലാം വറുത്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഈ പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ചെറിയൊരു ചുവന്ന കളറായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കണേ. ഞാൻ മറന്നുപോയതുകൊണ്ട് സെപ്പറേറ്റ് വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കുകയാണ് ചെയ്തത്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് പൊടിച്ചെടുക്കാം. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലൊരു സാമ്പാർ പൊടി തയ്യാറാക്കിയ ശേഷം ഒരു സാമ്പാർ വെച്ച് നോക്കണേ. അപ്പോൾ ഇനി സാമ്പാർ പൊടി കൊണ്ട് നമുക്ക് ഇതുപോലെ നല്ലൊരു അടിപൊളി സദ്യ സ്റ്റൈൽ സാമ്പാർ റെഡിയാക്കിയെടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 2 മുരിങ്ങാക്ക 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. മുരിങ്ങാക്കോല് വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർക്കാം. 2 തക്കാളിയും 200 ഗ്രാമോളം വെണ്ടയ്ക്കയാണ് ഉള്ളത്. ഏതാണ്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും തക്കാളിയും വെണ്ടയ്ക്കയും വെന്ത് കിട്ടാൻ. തക്കാളിയും വെണ്ടയ്ക്കയും നന്നായിട്ട് വെന്താൽ അതിലേക്ക് പരിപ്പ് ചേർക്കാം. 1/4 കപ്പ് പരിപ്പ്, 2 ഗ്ലാസ് വെള്ളവും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരം തിളയ്ക്കട്ടെ. അടുത്തത് ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർക്കണം. ഈ സാമ്പാർ പൊടി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. തൊട്ട് മുമ്പത്തെ വീഡിയോ ആണ്. സാമ്പാറിൻ്റെ രുചി എന്ന് പറയുന്നത് തന്നെ ഈ സാമ്പാർ പൊടിയാണ്. ഒരു 1/2 ഗ്ലാസ് അളവിനെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം നമ്മളത് സാമ്പാറിലേക്ക് ചേർക്കാൻ. നന്നായിട്ട് തിളച്ച ശേഷം താളിച്ചൂടി ഒഴിച്ചാൽ നമ്മുടെ സാമ്പാർ റെഡി. നല്ലൊരു മണമാണ് കേട്ടോ ഈ സാമ്പാറിന്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേ. അടുത്തത് തേങ്ങയൊക്കെ ഇതുപോലെ വറുത്തിട്ട നല്ലൊരു അടിപൊളി എരിശ്ശേരിയാണേ. മത്തങ്ങയും കായും വെച്ചിട്ടാണ് നമ്മൾ എരിശ്ശേരി തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു 400 ഗ്രാമോളം മത്തങ്ങ അതിൻ്റെ കുരുവും തൊണ്ടും എല്ലാം കളഞ്ഞ് ഇതുപോലെ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 300 ഗ്രാമിനടുത്ത് വരും. ഒരു കായ എടുത്തിട്ടുണ്ട് കേട്ടോ. ഏത്തക്കായാണ് ഏറ്റവും നല്ലത്. അതിലേക്ക് ഒരു 2.5 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് ഒരു 1/4 സ്പൂണിനടുത്ത് ഉപ്പിട്ടിട്ടുണ്ട്. നമ്മളെല്ലാം ചേർത്തിട്ട് അവസാനം ഉപ്പ് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിനായിട്ട് ഒരു പകുതി തേങ്ങ, നല്ല വലിപ്പമുള്ളൊരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1/2 സ്പൂൺ ജീരകവും ഒരു 3-4 ഇതൾ കറിവേപ്പില കൂടെ ചേർത്ത് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. നമ്മൾ പല കറികൾക്കും നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കും. എരിശ്ശേരിക്ക് ഒന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. ആ ജീരകമൊക്കെ വല്ലാതെ അങ്ങ് അരഞ്ഞു പോകരുത്. തരിതരിപ്പായിട്ട് വേണം നമ്മൾ ഇതിന് അരപ്പ് തയ്യാറാക്കുമ്പോൾ അരച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ മത്തങ്ങയും കായൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളപ്പയർ വേവിച്ചതാണ് കേട്ടോ. 1.5 കപ്പാണുള്ളത്. വെന്ത പയർ 1.5 കപ്പ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇളക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മത്തങ്ങയുടെ കഷ്ണമൊക്കെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് വെള്ളം കൂടുതലുണ്ടെങ്കിൽ കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുക്കാം. മത്തങ്ങയ്ക്ക് നമുക്കറിയാം ചെറിയൊരു മധുരമുണ്ട്. ആ മധുരം മതി എന്നുള്ളവർക്ക് ഈ ശർക്കരയുടെ ആ ഒരു പാട്ടങ്ങ് ഒഴിവാക്കാം. ശർക്കര പ്രത്യേകിച്ച് ചേർക്കേണ്ടതില്ല. എരിശ്ശേരിക്ക് കുറച്ച് മധുരം മുമ്പോട്ട് നിൽക്കുന്നത് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒരു വറവ് കൂടെ തയ്യാറാക്കണം. ഒരു 6 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച ശേഷം പകുതി തേങ്ങ, നമ്മൾ ആദ്യം ഒരു തേങ്ങയുടെ പകുതി എടുത്തത്, ബാക്കി പകുതി തേങ്ങ, അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് കറിവേപ്പിലയും ഒരു 3-4 ഉണക്കമുളകും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. എൻ്റെ കളറൊക്കെ മാറിയതാ ഈ ഒരു കളറിലേക്ക് ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം. ഇനി ഈ വറവ് നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ മത്തങ്ങയിൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. എരിശ്ശേരിക്ക് മത്തങ്ങ എടുക്കുമ്പോൾ എല്ലാവരും നല്ല പഴുത്ത മത്തങ്ങ, നല്ല മഞ്ഞ കളറുള്ള മത്തങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത്തവണ ഓണത്തിന് എല്ലാവരും എരിശ്ശേരി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്